എഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിലെ നെക്സ്റ്റ് ടോപ്പിക് ഇറേസർ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടൂള് ഫോട്ടോഷോപ്പിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾസിലൊന്നാണ് ഇറേസർ. അതല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ. നമ്മൾ എന്ത് വരയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഫയലിൽ എന്തുണ്ടോ അതിനെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഇറേസർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്കാകെ ഒരു ലെയറേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ലെയർ. അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ അവിടെ വരുന്നത്. അത് മാറ്റി നമ്മൾ റെഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറായ റെഡ് ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ ഈ കാണുന്നതാണ് ലെയർ. ലെയറിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലെയറിൻ്റെ വീഡിയോയിൽ പഠിക്കും. പക്ഷേ തൽക്കാലം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ലെയർ അവിടെ ഉണ്ടായി വരും. നമ്മൾ ആ ലെയറിൻ്റെ ഉള്ളിൽ ബ്രഷ് എടുത്തിട്ട് കുറച്ച് വരകൾ വരയ്ക്കുകയാണ്. ഫോർഗ്രൗണ്ട് കളർ റെഡ് ആക്കി, അപ്പോൾ വരകൾ റെഡ് കളറായിരിക്കും. ഇനി നമ്മൾ അതിന് ശേഷം ഇറേസർ എടുത്തിട്ട് ഇത് മായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലെയറിലുള്ള കംപ്ലീറ്റ് സാധനം, അതായത് ഈ റെഡ് ലൈൻസ് നമ്മൾ വരച്ചത് അവിടുന്ന് ഇറേസായി പോകും. അതേസമയം അടിയിലത്തെ ലെയറിന് യാതൊരു കുഴപ്പവും വരില്ല, കാരണം ഇറേസർ അറ്റ് എ ടൈം ഒരു ലെയറിലെ ആക്റ്റീവ് ആകുള്ളൂ. ഫോട്ടോഷോപ്പ് ലേറ്റസ്റ്റ് വെർഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. നമ്മൾക്ക് ഈ ലൈൻ തെറ്റിപ്പോയി ഇത് മായ്ച്ച് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഇറേസർ പോയി എടുത്തിട്ട് അത് മായ്ച്ച് കളയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കീബോർഡിൽ ഡെൽറ്റ കീ, അതായത് 1 എന്നുള്ള നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഡെൽറ്റ കീ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രഷും ഇറേസറും ടൂകൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഡെൽറ്റ കീ ഞെക്കി പിടിക്കുമ്പോൾ ഇറേസറും ഡെൽറ്റ കീ വിട്ട് കഴിയുമ്പോൾ ബ്രഷുമായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ ടൈം ആക്റ്റീവായിട്ട് കിടന്നിരുന്ന ടൂള് ബ്രഷ് തന്നെയാണ്. ബ്രഷിൽ തന്നെയാണ് ഞാൻ ഡെൽറ്റ കീ പ്രസ് ചെയ്ത് അതിനെ ഒരു ഇറേസറായിട്ട് യൂസ് ചെയ്തത്. അടുത്തതായി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂള് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂളാണ്. ഈ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഇമേജിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഈ വൈറ്റ് ഡ്രസ്സ് മായ്ച്ചു കളയാനായിട്ട് സാധിക്കും. ഇങ്ങനെ മായ്ക്കുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ഇതിൻ്റെ എഡ്ജിൻ്റെ മുകളിലേക്ക് കയറിയാലും അത് മായ്ഞ്ഞു പോകില്ല. പക്ഷെ നമ്മൾ എഡ്ജ് ക്രോസ് ചെയ്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും മായും. അതല്ല, സാധാരണഗതിയിൽ നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ അത് കുറച്ച് എഡ്ജിൻ്റെ മുകളിലോട്ട് കയറി വന്നാലും ഫോട്ടോഷോപ്പ് അതിനെ എഡ്ജാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ടിനെ മാത്രം റിമൂവ് ചെയ്യും. കളർ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ടോളറൻസ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുന്ന റേറ്റും അതേപോലെ തന്നെ കൂടും. ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂളിന് ശേഷം നെക്സ്റ്റ് വരുന്നത് മാജിക് ഇറേസർ ടൂളാണ്. ഇത് മാജിക് വാണ്ടിനോട് സിമിലർ ആയിട്ടുള്ള ടൂളാണ്. മാജിക് വാണ്ട് സിമിലർ ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യുമ്പോൾ മാജിക് ഇറേസർ ടൂൾ സിമിലർ ആയിട്ടുള്ള കളേഴ്സിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മാജിക് വാണ്ട് യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് പിന്നെ ഡിലീറ്റ് ഞെക്കി റിമൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒറ്റയടിക്ക് ഈ ടൂൾ വെച്ച് സെലക്ട് ചെയ്താൽ അത് അപ്പോൾ തന്നെ റിമൂവ് ആവും. നമ്മൾ കൊടുത്തേക്കുന്ന ടോളറൻസിനനുസരിച്ച് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന പോർഷനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇറേസർ ടൂൾസ് വരുന്നത്.